മൂന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ്. വി വിൽ സ്റ്റാർട്ട് ലൂസിങ് പീപ്പിൾ. നമ്മൾ അതുവരെ കണക്റ്റഡ് ആയിരിക്കുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അതല്ലെങ്കിൽ നമ്മളെ സറൗണ്ടിങ്സിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളുകൾ ചിലപ്പോൾ നമുക്ക് മിസ് ഔട്ട് ആവും. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചിന്തിച്ചിരുന്ന പാറ്റേൺ, ഫ്രീക്വൻസി, ആക്ഷൻ എടുത്തതിൻ്റെ ഫ്രീക്വൻസി ഇതൊക്കെ മാറും. നമ്മൾ വേറെ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങും, വേറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒപ്പമുള്ളവർക്ക് ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആവും, അല്ലെങ്കിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ലൂസ് ആവും. രണ്ടാമത്തെ, നമുക്ക് എപ്പോഴൊരു നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡ് പോലെ ഫീൽ ചെയ്യും. നമ്മൾ തീരെ കംഫർട്ടബിൾ ഇല്ലാത്ത പോലെ സമയം, അതായത് നമുക്ക് നോർമലായിട്ട് നമ്മളെപ്പോഴും സുഖമായിട്ടിരുന്ന ആളുകൾ പെട്ടെന്ന് സുഖമില്ലാത്തൊരവസ്ഥ, നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിലിറ്റി എല്ലാ സമയത്തും. അതിനർത്ഥം നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ ഇല്ലാത്ത റിസ്കുകൾ വന്നു തുടങ്ങി, ചാലഞ്ചുകൾ വന്നു തുടങ്ങി. അതിനർത്ഥം വി ആർ ഗ്രോയിങ്. മൂന്നാമത്തത്, നമ്മൾ അതുവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച പല കാര്യങ്ങളും നമുക്ക് എക്സൈറ്റ് ചെയ്യാണ്ടാവും, നമ്മൾ എക്സൈറ്റഡ് ആവാണ്ടാവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കേട്ടിരുന്ന പാട്ടുകൾ, നമ്മൾ നിന്നിരുന്ന കണക്ഷൻസ്, അതല്ലെങ്കിൽ നമ്മളെ സറൗണ്ടിങ്സ്, നമ്മൾ എപ്പോഴും ഇരിക്കുന്ന സ്ഥലം, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. അതിനർത്ഥം സെയിം പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ പുതുതായിട്ട് വന്നു തുടങ്ങി, റിസ്കുകൾ വന്നു തുടങ്ങി, ചാലഞ്ചുകൾ വന്നു തുടങ്ങി, നമ്മൾ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ഓൾഡ് പാറ്റേൺസ്, നമ്മുടെ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടില്ല, നമുക്കത് മാറ്റണം എന്ന് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് വന്നുകൊടുക്കുന്നത് ഓരോരുത്തർ ലൈഫിലേക്ക്. സോ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് എടുക്കാണ്ടിരിക്കുക. അതിനർത്ഥം നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ്.